അടുത്ത ടോപ്പിക് ക്രിപ്റ്റോ വാളറ്റും ക്രിപ്റ്റോ അഡ്രസ്സും എന്താണെന്നുള്ളതാണ്. നമ്മൾ സ്റ്റാർട്ടിങ് കണ്ടപോലെ തന്നെ ക്രിപ്റ്റോ വാളറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിപ്റ്റോ സ്റ്റോർ ചെയ്യുന്ന ഒരു പോക്കറ്റ് അല്ലെങ്കിൽ ഒരു സെക്ഷനായിട്ട് വരും. ഈ ക്രിപ്റ്റോ വാളറ്റിന് ഓരോ ക്രിപ്റ്റോ അഡ്രസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ ക്രിപ്റ്റോ അഡ്രസ്സിലായിരിക്കും ഓരോ ക്രിപ്റ്റോ കറൻസീസുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഈ സെയിം വാളറ്റിൽ പല അഡ്രസ്സ് ഉണ്ടാവും. പല അഡ്രസ്സിലായിരിക്കും പല ക്രിപ്റ്റോ കറൻസി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സെയിം അനോളജി യൂസ് ചെയ്യാൻ പോകുന്നത്, കാരണം നമുക്ക് കുറച്ച് ക്യാഷ് എടുക്കുകയും നിങ്ങൾ ആ ക്യാഷ് സ്റ്റോർ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു പേഴ്സിലായിരിക്കും അല്ലെങ്കിൽ ഒരു വാളറ്റിലായിരിക്കും. ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളെ ഒരു ക്രിപ്റ്റോ കറൻസി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനായിട്ട് വരും ഈ പുതിയ ക്രിപ്റ്റോ വാളറ്റിനുള്ള ഒരു സോഫ്റ്റ്വെയർ. അത് ബേസിക്കലി സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മുടെ മൊബൈലിൽ വരെ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന സംതിങ് ആണ്. ഫോർ എക്സാമ്പിൾ ട്രസ്റ്റ് വാളറ്റ് എന്നുള്ളത് വളരെയധികം പേര് യൂസ് ചെയ്യുന്ന ഒരു വാളറ്റാണ്. അതിൽ നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ ഒരുമാതിരി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നത്. സോ ഫംഗ്ഷനാലിറ്റി വൈസ് വളരെയധികം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വാളറ്റാണ് ട്രസ്റ്റ് വാളറ്റ് എന്നുള്ളത്. നമ്മൾ ഏതൊരു വാളറ്റ് സെറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു 12-16 വേർഡ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഉള്ള ഒരു ഹ്യൂജ് സ്ട്രിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ സീഡ് ഫ്രേസ് ആയിരിക്കും നമുക്ക് നമ്മുടെ വാളറ്റിലേക്കുള്ള ആക്സസ് ടോക്കൺ, അല്ലെങ്കിൽ ആ ഒരു സീഡ് ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ വാളറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. സോ ആ ഒരു സീഡ് ഫ്രേസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏതൊരു വാളറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നേരവും നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ സേഫ്ലി ഒരു ഇടത്ത് മാറ്റി എഴുതി വയ്ക്കണം, പ്രിഫറബിളി ഓഫ് ദി ഇൻ്റർനെറ്റ്. ബിക്കോസ് ഇൻ്റർനെറ്റിൽ ഇത് എവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും വേറെ ആർക്കും യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ വേറെ ആർക്കും യൂസ് ചെയ്യാൻ ഇൻ ദ സെൻസ് അവർക്ക് നിങ്ങളുടെ മൊത്തം ഫണ്ട്സ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. സോ സീഡ് ഫ്രേസ് ഒരിക്കലും നമ്മൾ ഒരാളോടും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ എവിടെയും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രിപ്റ്റോ വാളറ്റ് വളരെ പവർഫുള്ളാണ്. ആസ് ഇൻ ജസ്റ്റ് ഒരു വാളറ്റ് പോലെയല്ല. എത്രത്തോളം സെക്യൂർ ആണ് ഈ ഒരു ക്രിപ്റ്റോ വാളറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു റിയൽ വേൾഡ് സിനാരി നമുക്ക് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 200-ൻ്റെ 2 നോട്ട് എന്ന് വിചാരിക്കുക. ഒരു 200 നോട്ട് നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ വെച്ചു, നിങ്ങളുടെ വാളറ്റിൽ വെച്ചു. വേറെ 200 നോട്ട് നിങ്ങൾ ബാങ്കിൽ വിട്ടു. പക്ഷേ ബാങ്കിലിട്ട 200 നോട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സ്വന്തമാണെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇൻ ദ ഫ്യൂച്ചർ ആ ബാങ്ക് മൊത്തമായിട്ട് പാളിച്ചെന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ എത്ര രൂപ ചോദിച്ചു കഴിഞ്ഞാലും ആ ബാങ്കിൽ നിന്ന് തരാനൊക്കെ ഇല്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കും 200 രൂപ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇട്ട എമൗണ്ട് മൊത്തം ഉണ്ടെന്ന് കാണിക്കും. പക്ഷേ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതല്ല. കാരണം ആ ഒരു എമൗണ്ടിൻ്റെ കസ്റ്റഡി മൊത്തമായിട്ട് ബാങ്കിന് പോയി കഴിഞ്ഞു. നിങ്ങളുടെ പേരിൽ ആ എമൗണ്ട് ഉണ്ട് എന്നുള്ള ആ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആ എമൗണ്ട് എടുക്കാൻ പറ്റുന്നതല്ല. നേരെ പക്ഷം നിങ്ങളുടെ വാളറ്റിലുള്ള ആ ഒരു 200 രൂപ, ആ 200 രൂപ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. അത് പ്രത്യേകിച്ച് വേറെ ആരുടെയും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ സെയിം കോൺസെപ്റ്റാണ് ക്രിപ്റ്റോ വാളറ്റിൽ വരുന്നത്. സോ ഈ ഒരു കേസിൽ നിങ്ങളുടെ സ്വന്തം വാളറ്റ് നമ്മുടെ ക്രിപ്റ്റോ വാളറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് കൺസിഡർ ചെയ്തത് ആ സെയിം ബാങ്ക് നിങ്ങൾക്ക് ഇവിടെ എക്സ്ചേഞ്ചായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ വരുന്നതും ആ സെയിം അനോളജിയാണ്. ആ ഒരു ഫണ്ട് അല്ലെങ്കിൽ ആ ഒരു ടോക്കണിൻ്റെ ഫുൾ അതോറിറ്റി അല്ലെങ്കിൽ ഫുൾ പെർമിഷൻ വരുന്നത് ഈ എക്സ്ചേഞ്ചിൽ മാത്രമായിരിക്കും. നിങ്ങളുടെ പേരിൽ ആ ഫണ്ട് ഉണ്ട് എന്ന് മാത്രം പറയാൻ ഒക്കുള്ളൂ. പക്ഷേ നേരെ പക്ഷം നിങ്ങളുടെ ഫണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിപ്റ്റോ മൊത്തമായിട്ട് നിങ്ങളുടെ ക്രിപ്റ്റോ വളരെയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും ആ ഒരു ക്രിപ്റ്റോ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഏത് ആക്ഷൻ വേണമെങ്കിലും അതിന് മുകളിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും നോട്ട് യുവർ കീസ് നോട്ട് യുവർ ക്രിപ്റ്റോ. ഇവിടെ കീസ് എന്ന് ഉദ്ദേശിക്കുന്നത് സീഡ് ഫ്രേസ് ആണ്. ആസ് ഇൻ നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങളുടെ വാളറ്റിലല്ല നിങ്ങളുടെ ക്രിപ്റ്റോ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ക്രിപ്റ്റോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ആ എക്സ്ചേഞ്ച് ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഹാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ മിസറിയോ വന്ന് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു എക്സ്ചേഞ്ച് മൊത്തമായിട്ട് തുടച്ചു നീക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ക്യാഷ് തിരിച്ച് കിട്ടി എന്ന് വരില്ല. സോ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഏതൊരു ക്രിപ്റ്റോ ഇപ്പോൾ ലോങ് ടേം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനല്ലാതെ ലോങ് ടേം ആയിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു ക്രിപ്റ്റോ ആയി കഴിഞ്ഞാലും നിങ്ങൾ അത് ഉടനെ തന്നെ ഏതെങ്കിലും ഒരു വാളറ്റിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. ഇനി വാളറ്റ് അഡ്രസ്സിനെ പറ്റി സംസാരിക്കാം. ഈ വാളറ്റ് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ആ സെയിം ക്രിപ്റ്റോ വാളറ്റാണെങ്കിൽ തന്നെ പല അഡ്രസ്സുകളുണ്ടാവും. ഓരോ ടൈപ്പ് ക്രിപ്റ്റോനും ഓരോ അഡ്രസ്സ് വരുന്നത്. ഇത്തരത്തിൽ വരുന്ന അഡ്രസ്സ് ആയിരിക്കില്ല ബിറ്റ്കോയിൻ വരുന്ന അഡ്രസ്സ്, ബിറ്റ്കോയിൻ വരുന്നതായിരിക്കില്ല XRPക്ക് വരുന്നത്, XRPക്ക് വരുന്നതായിരിക്കില്ല ഷീബ ഇനുവിനോ അല്ലെങ്കിൽ കർഡാനോയ്ക്ക് വരുന്നത്. ഓരോന്നിനും ഓരോ അഡ്രസ്സ് ആയിരിക്കും. സോ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ബിറ്റ്കോയിൻ ഒരിക്കലും ഒരു ഇത്തരം അഡ്രസ്സിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ചെയിൻ ടു ചെയിൻ, ഒരു ചെയിനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ വേറൊരു ക്രിപ്റ്റോ അഡ്രസ്സിലേക്ക് ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടുന്നില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രിപ്റ്റോ എസെൻഷ്യലി നശിക്കുകയാണ് ചെയ്യണം. കാരണം ആ ഒരു ട്രാൻസാക്ഷൻ എസെൻഷ്യലി ആ ക്രിപ്റ്റോയെ ബേൺ ചെയ്യും. കാരണം നമ്മൾ ഒരു ക്രിപ്റ്റോയ്ക്ക് ഒരിക്കലും വേറൊരു അഡ്രസ്സിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. നമ്മളിപ്പോൾ ഈ അഡ്രസ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു 16-12 ലെറ്റേഴ്സ് വരുന്ന ഒരു വലിയ സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഈ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ക്രിപ്റ്റോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നേരം ഈ അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ മേ ബി 1-2 വാക്ക് പോയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ 2-3 വാക്ക് റീപ്ലേസ് ചെയ്തിട്ട് വേറെ ലെറ്റേഴ്സ് വെച്ച് വന്നിരിക്കുന്നു. അങ്ങനെ വന്നിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷനായിട്ട് പ്രൊസീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രിപ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫണ്ട് മൊത്തമായിട്ട് നശിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല. ഏതൊരു എക്സ്ചേഞ്ച് വിചാരിച്ചു കഴിഞ്ഞാലും, ഏതൊരു ക്രിപ്റ്റോ മൈനർ വിചാരിച്ചു കഴിഞ്ഞാലും ആ ഒരു ക്രിപ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട് തിരിച്ചു കിട്ടുന്നതല്ല. സോ അത് നിങ്ങൾ
ഫസ്റ്റ് സൂക്ഷിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൂടി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്.